മലയാള സാഹിത്യത്തിന് പുതിയ ദിശ തുറന്ന എഴുത്തുകാരൻ. ഇന്ന് ഒ.വി. വിജയന്റെ ജന്മദിനമാണ്. മലയാള സാഹിത്യത്തിന്റെ ഭാവനാ ലോകത്തെയും ചിന്താ പരിസരത്തെയും പുതിയ ദിശകളിലേക്ക് നയിച്ച മഹത്തായ എഴുത്തുകാരനാണ് ഒ.വി. വിജയൻ. കഥാകൃത്തായും നോവലിസ്റ്റായും കാർട്ടൂണിസ്റ്റായും ചിന്തകനായും മലയാളിയുടെ മനസ്സിലിടം നേടിയ ഒ.വി. വിജയന്റെ ജന്മദിനമാണ് ജൂലൈ 2. കാലം കടന്നുപോകുമ്പോഴും അദ്ദേഹത്തിന്റെ കൃതികളും ആശയങ്ങളും മലയാള സാഹിത്യ ലോകത്തിന്നും ശക്തമായി നിലകൊള്ളുന്നു. 1930 ജൂലൈ 2 പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിന് സമീപമുള്ള വിളയന്നൂരിലാണ് ഒറ്റുപുലാക്കൽ വേലുക്കുട്ടി വിജയൻ ജനിച്ചത്. മലയാള സാഹിത്യത്തിൽ ആധുനികതയുടെ പുതിയ മുഖം സമ്മാനിച്ച എഴുത്തുകാരനെന്ന വിശേഷണമാണ് ഒ.വി. വിജയൻ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. ഭാഷയുടെ സൗന്ദര്യവും തത്വചിന്തയുടെ ആഴവും രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷണങ്ങളുടെ തീക്ഷ്ണതയും അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകതകളായിരുന്നു. മലയാള സാഹിത്യ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. 1969 പ്രസിദ്ധീകരിച്ച ഈ നോവൽ മലയാള നോവൽ സാഹിത്യത്തിന്റെ അവതരണ രീതിയെ തന്നെ മാറ്റിമറിച്ചു. യാഥാർത്ഥ്യവും ഭാവനയും ആത്മീയതയും ജീവിത സങ്കല്പങ്ങളും സമന്വയിപ്പിച്ച ഈ കൃതി ഇന്നും വായനക്കാരെ ആകർഷിക്കുന്നു. ഗ്രാമജീവിതത്തിന്റെ സൂക്ഷ്മതകളും മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളും അതുല്യമായ ഭാഷാശൈലിയിലൂടെ അവതരിപ്പിച്ച കൃതിയായി ഖസാക്കിന്റെ ഇതിഹാസം വിലയിരുത്തപ്പെടുന്നു. ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം ഗായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ തുടങ്ങി നിരവധി കൃതികളിലൂടെ ഒ.വി. വിജയൻ സാഹിത്യലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. രാഷ്ട്രീയത്തിനും അധികാര സംവിധാനങ്ങൾക്കുമെതിരായ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ രചനകളിൽ ശക്തമായി പ്രതിഫലിച്ചിരുന്നു. അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ധർമ്മപുരാണം മലയാള സാഹിത്യത്തിലെ ശക്തമായ രാഷ്ട്രീയ ആക്ഷേപഹാസ്യകൃതികളിലൊന്നായി ഇന്നും പരിഗണിക്കപ്പെടുന്നു. എഴുത്തുകാരൻ മാത്രമല്ല, ഇന്ത്യയിലെ പ്രമുഖ കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളുമായിരുന്നു ഒ.വി. വിജയൻ. ദേശീയ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ കാർട്ടൂണുകൾ രാഷ്ട്രീയ നിരീക്ഷണങ്ങളുടെ കൂർമ്മത കൊണ്ട് ശ്രദ്ധേയമായി. വാക്കുകളിലും വരകളിലും ഒരുപോലെ സമൂഹത്തെ വിമർശനാത്മകമായി വായിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. എന്നാൽ പുരസ്കാരങ്ങളെക്കാൾ വായനക്കാരുടെ മനസ്സിലിടം നേടിയ എഴുത്തുകാരനെന്ന നിലയിലാണ് ഒ.വി. വിജയൻ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. 2005 മാർച്ച് 30 അദ്ദേഹം അന്തരിച്ചെങ്കിലും മലയാള സാഹിത്യ ലോകത്ത് അദ്ദേഹം സൃഷ്ടിച്ച സ്വാധീനം ഇന്നും മാഞ്ഞിട്ടില്ല. ഓരോ തലമുറയും പുതുതായി വായിച്ചറിയുന്ന എഴുത്തുകാരനായി ഒ.വി. വിജയൻ തുടരുന്നു. വായനാലോകത്ത് ഇനിയും എത്ര കഥാപാത്രങ്ങൾ കടന്നുവന്നാലും കടൽത്തീരത്തിലെ വെള്ളായപ്പനെയും ഖസാക്കിലെ രവിയെയും ഗുരുസാഗരത്തിലെ കുഞ്ഞുണ്ണി നായരെയും അവർക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. യുഡിവി ന്യൂസ്, പാലക്കാട്.